മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ സെക്രട്ടറി നൌഷാദ് മന്നിശ്ശേരിയാണ് ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത്. നമസ്കാരം. എനിക്ക് എപ്പോഴും എൻ്റെ ഒരു സംശയം, അത് ഇന്ന് അങ്ങ് തീർക്കാം. മുസ്ലിം ലീഗ് മതേതര പാർട്ടിയാണ് എന്നാണ് എപ്പോഴും ആർജവത്തോടെ ഉറക്കെ വിളിച്ചിങ്ങനെ പറയുന്നത്. മുസ്ലിം ലീഗിൻ്റെ മതേതരത്വം എന്താണ്? മുസ്ലിം ലീഗിൻ്റെ മതേതരത്വം ഇനി പറഞ്ഞ് ഫലിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. ഈ രാജ്യത്ത് ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അംഗീകരിച്ച ഏതൊരു ഇന്ത്യൻ പൗരനും മെമ്പർഷിപ്പ് എടുക്കാവുന്ന ഒരു സംഘടന, രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോലെ, ദ്രാവിഡ മുന്നേറ്റ കഴകം പോലെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് പോലെ, കേരള കോൺഗ്രസ് പോലെ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ മുതൽ ഇന്ന് നിലവിലുള്ള പാർലമെൻറ്റ് വരെ മുഴുവൻ പാർലമെൻറ്റിലും ഇടതടവില്ലാതെ അംഗങ്ങളുണ്ടായ ഇന്ത്യയിലെ ഏറ്റവും തലയെടുപ്പുള്ള ന്യൂനപക്ഷ മതേതര രാഷ്ട്രീയ പാർട്ടികളിലൊന്നാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. അതിനെന്തിനാ മറ്റു തെളിവെന്താണ്ട്? അല്ല, മതേതരം എന്ന് നിങ്ങൾ ഇങ്ങനെ ഉറക്കെ വിളിച്ചു പറയുമ്പോഴും നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾ തന്നെയാണ് മതമാണ് ഞങ്ങൾക്ക് പ്രശ്നം എന്ന് കേരള സമൂഹത്തോട് വിളിച്ചു പറഞ്ഞത്. അതിലെവിടെയാണ് മതേതരത്വം ഉള്ളത്? മതമല്ല പ്രശ്നം എന്ന് പറയുന്നത് പോലെ ഒരു മുസ്ലിം ലീഗ് അല്ല പറയട്ടെ, മതമല്ല പ്രശ്നം എന്ന് പറയും പോലെ തന്നെ അല്ലേ ഉള്ളൂ മതമാണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ. അങ്ങനെ മതമാണ് പ്രശ്നം എന്ന് പറയുമ്പോൾ അവിടെ എവിടെയാണ് മതേതരത്വം വരുന്നത്? ഇന്ത്യയിലെ നമ്മൾ ജീവിക്കുന്നത് ബഹുസ്വരമായ ഇന്ത്യയിലാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ തന്നെ മതന്യൂനപക്ഷങ്ങൾക്കുള്ള അവകാശങ്ങളുണ്ട്. ഇന്ത്യയിലെ അഡ്മിനിസ്ട്രേഷൻ സംവിധാനത്തിൽ മതന്യൂനപക്ഷങ്ങൾക്ക് ഭരണഘടനാപരമായ സംവരണമുണ്ട്, റിസർവേഷനുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ മതം എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ മതമല്ല പ്രശ്നം എന്നൊരാൾ പറയുമ്പോൾ വിശ്വാസിയായ ഒരാൾക്ക് എന്ന് പറഞ്ഞാൽ വിശ്വാസമാണ് പ്രശ്നം, അത് ഇന്ന മതം എന്നുള്ളതല്ല. ഇന്ത്യയിലെ വിശ്വാസികളുടെ പ്രശ്നങ്ങളുണ്ട്. എല്ലാ വിശ്വാസങ്ങളെയും തിരസ്കരിക്കുന്നതല്ല, അങ്ങനെയുള്ള എല്ലാ മതങ്ങളെയും എല്ലാ വിശ്വാസങ്ങളും നോക്ക്. ലോകത്തൊരു ഭരണഘടനയിലും ഇഷ്ടമുള്ള മതം വിശ്വസിക്കാനുള്ള അവകാശമുണ്ടാവും, പക്ഷെ അത് പ്രചരിപ്പിക്കാനുള്ള അവകാശം കൂടി ഇന്ത്യൻ ഭരണഘടനയിലുണ്ട്. നിങ്ങൾ വിശ്വസിക്കുന്ന മതം, നിങ്ങൾ ഏത് വിശ്വാസിയായിക്കോട്ടെ, നിങ്ങളുടെ ഇഷ്ടമുള്ള മതം അത് അനുഷ്ഠിക്കാൻ, അത് വിശ്വസിക്കാൻ, അത് അനുഷ്ഠിക്കാൻ, അത് പ്രചരിപ്പിക്കാൻ, അതിൻ്റെ ആരാധനാലയങ്ങൾ പണിയാൻ, അതിൻ്റെ പേരിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്താൻ മൗലികമായ അവകാശം നൽകിയ രാജ്യമാണ് ഇന്ത്യ. ആ ഇന്ത്യയിൽ മതമല്ല പ്രശ്നം എന്ന് പറയുന്നവർക്കും ഈ രാജ്യത്തിൻ്റെ ഭരണഘടന അതിനനുസരിച്ച് ഉള്ള അവകാശങ്ങൾ നൽകിയിട്ടുണ്ട്. മതമാണ് പ്രശ്നം എന്ന് പറയാനുള്ള ഇതുണ്ട്. ഒരാളത് പറയുന്നതുകൊണ്ട് എങ്ങനെ വർഗീയമാകുക? എൻ്റെ പേര് മുഹമ്മദ് നൌഷാദ് എന്നാണ്, എൻ്റെ പ്രവാചകൻ്റെ പേര് കൂടി കൂട്ടിയിട്ടാണ് എനിക്ക് ആ പേരിട്ട്. അതുകൊണ്ട് ഞാനൊരു മുസ്ലിം വർഗീയവാദിയാകുമോ? ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ പേര് നരേന്ദ്ര ദാമോദർ ദാസ് മോഡി എന്നായതുകൊണ്ട്, അദ്ദേഹം ദാമോദറിൻ്റെ ദാസനായതുകൊണ്ട് അദ്ദേഹം ഒരു വർഗീയ മനുഷ്യനാണ്? ഒരാളുടെ പേര് നോക്കിയിട്ട്, ഞാൻ പറഞ്ഞു, ഒരാളുടെ പേര് നോക്കിയിട്ട്, ഒരു പാർട്ടിയുടെ പേര് നോക്കിയിട്ടോ ഒരാളുടെ വിശ്വാസം നോക്കിയിട്ടോ, അപ്പോൾ ഞാൻ പള്ളിയിൽ പോകുന്ന ആളാണ്, പള്ളിയിൽ പോകുന്നത് എന്തുകൊണ്ടാണ്? എനിക്ക് മതം പ്രശ്നമായതുകൊണ്ടാണ്, അതുകൊണ്ട് ഞാൻ വർഗീയവാദിയാകുമോ? അല്ല, മതം പ്രശ്നമായതുകൊണ്ട് എന്നല്ല ഞാൻ ചോദിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത് മതമാണ് പ്രശ്നം എന്ന് പറയുന്നത് ലീഗിൻ്റെ ഒരു നേതാവാണ്. ഞങ്ങൾക്ക് മതമാണ് പ്രശ്നം, മറ്റു മതങ്ങളോടല്ല, ഞങ്ങളുടെ മതത്തോടാണ് പ്രശ്നം, അല്ലെങ്കിൽ മതമാണ്. ലീഗിൻ്റെ ഷാജിയുടെ മതം ഏതാണ് എന്നുള്ളത് ഇനി ഏത് കൊച്ചുകുട്ടിയോടും ചോദിച്ചാൽ അറിയാം. മുസ്ലിം ലീഗിൻ്റെ നേതാവ് KM ഷാജിയുടെ മതം എന്താണ് എന്നുള്ളത്. ആ മതമാണ് 10 കൊല്ലം ഞങ്ങൾ പുറത്തു നിന്നു, ഇനി ഞങ്ങളുടെ അവകാശങ്ങൾ ഞങ്ങൾക്ക് നേടിയെടുക്കണം എന്ന് പറയുമ്പോൾ അതിലെവിടെയാണ് മതേതരത്വം വരുന്നത്? അതിലാണ് മതേതരത്വം വരുന്നത്. എന്താ പറയുക, അതെവിടെയാണ്? ഇവിടെ മത തീവ്രവാദികളും അതുപോലെ തന്നെ വിഘടനവാദികളും പറയുന്നത് എന്താ അറിയോ? നമ്മൾ ഈ രാജ്യത്ത് നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കേണ്ടത് ജനാധിപത്യ വിരുദ്ധമായ മാർഗങ്ങളിലൂടെയാണ്. അതാണ് തീവ്രവാദം എന്ന് പറയുന്നത്. നമ്മുടെ അവകാശങ്ങൾ, ഭരണഘടനാപരമായ അവകാശങ്ങൾ നേടിയെടുക്കാൻ നമ്മൾ അധികാരത്തിൽ വരുന്നത് എന്തിനാണ്? ഇന്ത്യൻ ഭരണഘടന നമുക്ക് നൽകുന്ന അവകാശങ്ങൾ. ആ അവകാശങ്ങൾ ഇപ്പോൾ തൊഴിലാളികൾ എന്താ പറയുക, നമ്മുടെ സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുകയും എന്തിനാണ്? തൊഴിലാളികളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ. അതിനെന്താണ്? അധികാരം കൊയ്യണം ആദ്യം, അതിന് മീതെ പൊന്നാര്യൻ എന്നാണ്. അധികാരം എന്തിനാണ് കൊയ്യുന്നത്? തൊഴിലാളിയുടെ അവകാശം ഭരണഘടനാപരമായ. മുസ്ലിങ്ങൾ മാത്രമാണോ നിങ്ങളുടെ കണ്ണിൽ തൊഴിലാളികൾ? കേരളത്തിലെ മറ്റാളുകൾ ആരും തൊഴിലാളികളല്ലേ? ആരാ മുസ്ലിങ്ങൾ മാത്രം എന്ന് പറഞ്ഞത്? നിങ്ങളുടെ ഷാജിയാണ് പറഞ്ഞത് മതമാണ് പ്രശ്നം എന്ന് പറയുമ്പോൾ പിന്നെ മുസ്ലിങ്ങൾക്കല്ലാതെ ഷാജി ആർക്ക്? ഹിന്ദുക്കൾക്ക് വേണ്ടിയാണോ, ദളിതർക്ക് വേണ്ടിയാണോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയാണോ KM ഷാജി മതമാണ്? ഏത് ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയാണ്, ഏത് ഹിന്ദുക്കൾക്ക് വേണ്ടിയാണ് ഷാജി മതമാണ് പ്രശ്നം എന്ന് പറഞ്ഞത്? നിങ്ങളൊരു വിശ്വാസിയാണോ? ഞാൻ എന്റെ മതത്തെ വിശ്വസിക്കുന്ന അതെ,
നിങ്ങളുടെ മതത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ, ആ മതവിശ്വാസത്തിന് അത് ഏത് മതവിശ്വാസം, ഇപ്പോൾ മുസ്ലിം ലീഗ് ഒരു മതസംഘടന അല്ലല്ലോ, രാഷ്ട്രീയ പാർട്ടിയാണ്. മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടിയാണ്, മതസംഘടന അല്ല. മുസ്ലിം ലീഗിൽ എല്ലാവരും ഉണ്ട്. ഇപ്പൊ ഞങ്ങളുടെ പാർട്ടി ആണെങ്കിൽ എന്തുകൊണ്ടാണ് വിളക്ക് കൊളുത്താൻ നിങ്ങൾ ഇത്ര മടിക്കുന്നത്? വിളക്ക് കൊളുത്താൻ എന്തുകൊണ്ടാണ് ലീഗ് മടിക്കുന്നത്? മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. വിളക്ക് കൊളുത്തുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മതത്തെയും ആചാരത്തെയും കൂട്ടുപിടിക്കുന്നുണ്ട്. വിളക്ക് കൊളുത്തുന്നത് നിങ്ങളുടെ മതത്തിന് പറ്റിയതല്ല എന്ന് പറഞ്ഞുകൊണ്ട് വിളക്ക് കൊളുത്തിയ പിന്നെ ഫാത്തിമ തഖ്ലിയ വരെ നിങ്ങൾ തള്ളിപ്പറഞ്ഞു. ഇതിന്റെ ഒരു പ്രശ്നം എന്താ, നിങ്ങളുടെ ചോദ്യത്തിന്റെ ഒരു പ്രശ്നം എന്താ, നിങ്ങൾ 100% തെറ്റിദ്ധരിച്ചിട്ടാണ് സംസാരിക്കുന്നത്. എന്താ വെച്ചാൽ മുസ്ലിം ലീഗ് ഒരിക്കലും ഒരു മതസംഘടനക്ക്, ഇപ്പം മുസ്ലിം ലീഗ് ഒരു മതസംഘടനയാണെങ്കിൽ മതസംഘടനക്ക് എന്ത് പറ്റുള്ളൂ, മതവിധി പറയാൻ പറ്റുള്ളൂ. അതിന് ഞങ്ങൾ ഫത്വ എന്നാ പറയാം. മുസ്ലിം ലീഗ് ഒരിക്കലും വിളക്ക് കൊളുത്തണമെന്നും പറയില്ല, കൊളുത്തണ്ടെന്നും പറയില്ല. അത് ഓരോരുത്തരുടെ വിശ്വാസമാണ്. യഹോവ സാക്ഷികൾക്ക് ദേശീയ ഗാനം ആലപിക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കാതിരിക്കാനുള്ള അവകാശമുണ്ട് എന്ന് ഇന്ത്യയുടെ സുപ്രീം കോടതി പറഞ്ഞത് നമുക്കറിയാലോ. അത് അവരുടെ വിശ്വാസമാണ്. എൻ്റെ വിശ്വാസം എനിക്ക് വിളക്ക് കൊളുത്തണമെന്നാണെങ്കിൽ അത് കൊളുത്താനുള്ള അവകാശത്തിന് വേണ്ടി മുസ്ലിം ലീഗ് നിലകൊള്ളും. നിങ്ങളുടെ വിശ്വാസം വിളക്ക് കൊളുത്തണ്ട എന്നാണെങ്കിൽ അത് കൊളുത്താതിരിക്കാനുള്ള അവകാശത്തിന് വേണ്ടി മുസ്ലിം ലീഗ് നിലകൊള്ളും. മുസ്ലിം ലീഗ് പറയുന്നത് മതപരമായ ഒന്നല്ല. മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടിയാണ്, പൊളിറ്റിക്കൽ പാർട്ടിയാണ്. അങ്ങനെയാണെങ്കിൽ ലീഗ് ഒരിക്കലും മതം പറഞ്ഞിട്ടില്ല, നിങ്ങൾ തെറ്റിദ്ധരിച്ചാണ് പറയുന്നത്. ലീഗ് പറയുന്ന ഒക്കെ KM ഷാജിയുടെ പ്രസംഗം പൊളിറ്റിക്സ് ആണ്. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി ആണല്ലോ. അപ്പൊ KM ഷാജിയാണ് ഈ മതം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയാണെങ്കിൽ എന്തിനാണ് KM ഷാജി മതമാണ് പ്രശ്നമെന്ന് KM ഷാജി നെഞ്ചിൽ കൈവച്ചാണ് പറഞ്ഞത്? ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയാണ്, ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു ജനപ്രതിനിധിയായ KM ഷാജിയാണ് പറയുന്നത് മതമാണ് ഞങ്ങൾക്ക് പ്രശ്നമെന്ന്. ഒരു ലീഗ് നേതാവും അത് തിരുത്തുന്നത് നമ്മളാരും കണ്ടിട്ടില്ലല്ലോ, നമ്മളാരും കേട്ടിട്ടുമില്ല. അങ്ങനെയാണെങ്കിൽ ലീഗ് പറയണമായിരുന്നു ഞങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്, ഈ മതത്തിന്റെ പേരിലുള്ള വർത്തമാനങ്ങൾ പറയാൻ പാടില്ല, നമ്മൾ മത അധിഷ്ഠിത പാർട്ടിയല്ല എന്നല്ലേ ലീഗ് പറയേണ്ടത്? ലീഗ് എവിടെയും പറഞ്ഞതായിട്ട് ഞങ്ങൾ ആരും കേട്ടിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വെള്ളാപ്പള്ളി പറയുമ്പോൾ എന്തിനാണ് നോവുന്നത്? വെള്ളാപ്പള്ളിയുടെ മതത്തിൽ നിന്നല്ലേ സംസാരിക്കുന്നത്? എത്ര നാളായി മലപ്പുറത്ത് വെള്ളാപ്പള്ളി ഒരു കോളേജിന് വേണ്ടി അപേക്ഷ കൊടുക്കുന്നു? എന്തുകൊണ്ട് വെള്ളാപ്പള്ളിക്ക് മലപ്പുറത്ത് ഒരു കോളേജിന് അനുവാദം നൽകുന്നില്ല ഇത്രയും കാലമായിട്ട്? നിങ്ങൾ വലിയ ബഹളം ഉണ്ടാക്കി പറയുന്നതാണ്. എനിക്ക് എന്നെ പറയാൻ സമ്മതിക്കണം, ഞാൻ വളരെ ശാന്തമായി കേട്ടുന്നില്ല. നിങ്ങൾ ഈ പറയുന്നത് മുഴുവൻ ഞാൻ പറഞ്ഞല്ലോ. ഒന്നുകിൽ നിങ്ങൾ അറിയാത്തതുകൊണ്ട്, അല്ലെങ്കിൽ KM ഷാജി പറഞ്ഞ പൊളിറ്റിക്സ് ആണ്, ഒരിക്കലും മതമല്ല. ഞാൻ പറയട്ടെ, നിങ്ങൾ എന്നെ പറയാൻ സമ്മതിക്കണം. KM ഷാജി പറഞ്ഞ പൊളിറ്റിക്സ് ആണ്. മുസ്ലിം ലീഗ് എവിടെയും മതം പറഞ്ഞിട്ടില്ല. മുസ്ലിം ലീഗ് മതം പറഞ്ഞിട്ടല്ല. മുസ്ലിം ലീഗ് അതുകൊണ്ടാണ് മതേതര പാർട്ടിയെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് മുസ്ലിം ലീഗ് പറയുന്നത് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഈ രാജ്യത്തെ ലീഗ് എന്തിനു വേണ്ടിയാണ് നിലനിൽക്കുന്നത് അറിയോ? ഈ ഭരണഘടന അനുസരിച്ചുള്ള ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളുടെയും പിന്നോക്കക്കാരുടെ അവകാശത്തിന് വേണ്ടിയിട്ടാണ്. ഞാനൊരു വരി കൂടി നിങ്ങളോട് പറയാം. മുസ്ലിം ലീഗ് ഇസ്ലാമിക രാഷ്ട്രീയമല്ല, മനസ്സിലായോ? മുസ്ലിം പൊളിറ്റിക്സാണ്. എൻ്റയർലി ഡിഫറെൻറ്റ് ബിറ്റ്വീൻ ഇസ്ലാമിക് പൊളിറ്റിക്സ് ആൻഡ് മുസ്ലിം പൊളിറ്റിക്സ്. പിന്നെ വെള്ളാപ്പള്ളിക്ക് മലപ്പുറത്ത് കോളേജ് കിട്ടാതെ കോളേജിന് അപേക്ഷ കൊടുക്കാത്തതുകൊണ്ടാണ്. എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, ഒരു അബ്ദുൽ ഖാദർ. അവന് ഗൾഫിൽ പോകണം, ജോലിക്ക് വേണ്ടി പോകണം. അവന് പ്രശ്നമുണ്ടാക്കി എയർപോർട്ടിൽ ചെന്നിട്ട് എന്നെന്താ കൊണ്ടുപോകാത്തത്, എനിക്കെന്തുകൊണ്ട് ടിക്കറ്റ് തരുന്നില്ല. അപ്പോൾ പാസ്പോർട്ട് എടുക്കണ്ടേ, പാസ്പോർട്ട് ഓഫീസിൽ പോയി പ്രശ്നം ഉണ്ടാക്കി. അപ്പോൾ പാസ്പോർട്ട് വിസ തന്ന അപ്ലിക്കേഷൻ തരണ്ടേ. എന്നതുപോലെ വെള്ളാപ്പള്ളി നടേശൻ, ഞാൻ വെല്ലുവിളിക്കുകയാണ്, കേരളത്തിലെ ഏറ്റവും പ്രായമുള്ള ഒരു സാമുദായിക സംഘടനാ നേതാവാണല്ലോ വെള്ളാപ്പള്ളി നടേശൻ. മുസ്ലിം ലീഗ് ഭരിക്കുന്ന സമയത്ത് അവിടെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന് വേണ്ടി അപേക്ഷ കൊടുത്തിട്ട് കിട്ടിയിട്ടില്ല എന്ന് പറയട്ടെ. എന്നാൽ എൻ്റെ നേതാവ് നാലകത്ത് സൂപ്പി വിദ്യാഭ്യാസ മന്ത്രിയാകുമ്പോൾ പെരിന്തൽമണ്ണയിൽ കൊടുത്ത അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനമുണ്ട്. ഇതൊക്കെ എന്താ അറിയാം, കണ്ണടച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പറയാണ്. നിങ്ങൾ എങ്ങനെ പറഞ്ഞാലും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ മതേതരത്വത്തെയോ മുസ്ലിം ലീഗ് ഭരണഘടന അനുസരിച്ചാണ് മുസ്ലിം ലീഗ് പ്രവർത്തിക്കുന്നതെന്ന് പറയുന്നു. വഖഫ് ബോർഡിന്റെ വിഷയത്തിൽ നിങ്ങളുടെ നിലപാട് എന്താണ്? ഇന്ത്യൻ വഖഫ് ആക്ട് പ്രകാരമുള്ള കാര്യങ്ങൾ ഈ രാജ്യത്ത് നടക്കണം, അത്രേ ഉള്ളൂ. ഇന്ത്യൻ വഖഫ് ഒരാൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വത്ത് നാളെ വഖഫിന്റേതാണെന്ന് പറഞ്ഞാൽ അത് അതാണോ? അങ്ങനെ പറയാൻ പറ്റില്ല. മുനമ്പത്തുള്ള 600 കുടുംബങ്ങളുടെ നിങ്ങൾ കാണുന്നില്ലേ, നിങ്ങൾ ഒരാളെ ഞാൻ വെല്ലുവിളിക്കാണ് നിങ്ങളെ. ഒരാള് മുനമ്പത്തെ എന്നല്ല മറ്റാരുടെയെങ്കിലും സ്വത്ത് വഖഫാണെന്ന് പറഞ്ഞാൽ, ഞാൻ പറയട്ടെ, നിങ്ങളുടെ സ്വത്താൽ എൻ്റെ സ്വത്താണെങ്കിലും ഒരാൾ വഖഫ് അല്ലാത്തൊരു സ്വത്ത് വഖഫാണ്, അത് അള്ളാഹുവിൻ്റെ സ്വത്താണ് വഖഫ്. അതൊരാളുടെ അനധികൃതമായ സ്വത്ത് വാങ്ങിയാൽ അവൻ ഈ മതത്തിൽ നിന്ന് പുറത്താണ്. എങ്ങനെയാണ് ഈ വഖഫ് സ്വത്ത് ഉണ്ടാക്കുന്നത്? വഖഫ് സ്വത്ത് ഉണ്ടാക്കാൻ കഴിയില്ല. വഖഫിന്റെ സ്വത്താണെന്ന് എങ്ങനെയാ വഖഫ് കണ്ടെത്താനും കഴിയില്ല. വഖഫ് എങ്ങനെ ഉണ്ടാകും? ഞാൻ ഇപ്പൊ എൻ്റെ ഈ മൊബൈൽ ഫോൺ, ഈ ഫോൺ ഇത് ഞാൻ ഒരു പൊതുകാര്യത്തിന് വേണ്ടി വഖഫ് ചെയ്താൽ
പിന്നെ എനിക്കതിൽ അവകാശം. അപ്പൊ പിന്നെ എങ്ങനെയാണ് ഈ 600 കുടുംബങ്ങളുടെ ഭൂമി എങ്ങനെയാണ് വഖഫിന് പോയത്? 600 കുടുംബങ്ങളുടെ ഭൂമിയല്ല വഖഫിന് പോയത്. വഖഫിന് കൊടുത്തത് മൂസ സേട്ട് കൊടുത്തത് ആർക്കാണ്? ഫാറൂഖ് കോളേജിന് വിദ്യാഭ്യാസ പ്രവർത്തനം നടത്തണം. അതിൽ നിങ്ങൾ മനസ്സിലാക്കണം, ഫാറൂഖ് കോളേജ്, ഫാറൂഖ് എന്ന് പറഞ്ഞ സ്ഥലമാണ് അല്ലേ, ഫാറൂഖ് അവിടെയുള്ള കോളേജാണ്. ആ കോളേജിൽ എല്ലാവരും പഠിക്കുന്നുണ്ട്. ഏതൊരു ഇന്ത്യൻ പൗരനും വിദേശിക്കും അവിടെ കിട്ടും. എൻ്റെ സഹോദരങ്ങൾ അവിടെ പഠിച്ചതാണ് ഫറൂഖ് കോളേജിൽ. ഫറൂഖ് കോളേജിൽ അധ്യാപകരും വിദ്യാർത്ഥികളൊക്കെ അത് ഏതെങ്കിലും മതത്തിൻ്റെ സ്ഥാപനമല്ല. ആ ഫറൂഖ് കോളേജിന് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്താൻ, ഇപ്പോൾ നിങ്ങളുടെ ഈ സ്റ്റുഡിയോ സംവിധാനമൊക്കെ ഉണ്ടല്ലോ, ഇത് നടത്താൻ വേണ്ടിയിട്ട് ഒരാൾ നിങ്ങൾക്ക് തന്നു. അതെന്ത് ചെയ്തു? ഫാറൂഖ് കോളേജ് ഇത് കൈകാര്യം ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, ഇതിൻ്റെ കമ്മിറ്റി, അവർ ഈ പാവങ്ങളുടെ, ഇവർ കുറ്റക്കാരല്ല. അതുകൊണ്ടാണല്ലോ എൻ്റെ നേതാവ് കേരളത്തിൻ്റെ മതേതര സംസ്കൃതിയുടെ ഏറ്റവും വലിയ പാരമ്പര്യമുള്ള കുടുംബമാണ് പാണക്കാട് കുടുംബം. തങ്ങളവിടെ പോയിട്ട് എന്താ പറഞ്ഞത്? ഒരാളെപ്പോലും ഇവിടുന്ന് കുടിയിറക്കില്ല. പക്ഷേ ഇത് ഫാറൂഖ് കോളേജാണ്. പക്ഷേ കൊടുത്ത കുടുംബം മൂസ സേട്ടിൻ്റെ ഫാമിലി പറഞ്ഞു ഞങ്ങൾ ഫാറൂഖ് കോളേജിന് കൊടുത്തത് വഖഫാണ്. അതിപ്പോൾ കോടതിയിലാണുള്ളത്. കോടതി തീരുമാനിക്കും അതാരുടെ. ഈ കുടുംബങ്ങൾ ഇപ്പോൾ നമ്മൾ തെറ്റിദ്ധരിച്ചത് ഒരാളിത് മോഷ്ടിച്ച് കൊണ്ടുവന്നു വിചാരിച്ചോളൂ, ഈ ഫോണ് മോഷ്ടിച്ച് കൊണ്ടുവന്നു എന്നിട്ട് ഞാനതറിയില്ല. എന്നിട്ട് കടയിൽ പോയിട്ട് നമ്മളിത് വാങ്ങിയ ഞാൻ കുറ്റക്കാരനല്ലല്ലോ, ഞാനിത് സത്യമുള്ള മുതലാന്ന് വിചാരിച്ച് വാങ്ങിയതല്ലേ. പക്ഷെ മോഷ്ടിച്ച് തെറ്റല്ലേ, അത്രയല്ലേ ഉള്ളൂ. അതിനെക്കുറിച്ച് ഇവിടെ തീരുമാനിക്കാൻ നിയമമുണ്ട്, കോടതിയുണ്ട്. ആ നിയമവും കോടതിയും നിയമവ്യവസ്ഥയും ഇവിടെ നിലനിൽക്കണം. ബഹളം ഉണ്ടാക്കുന്നവർക്ക് അതിൽ പല താല്പര്യങ്ങളും ഉണ്ടാവും. സാറ് എൻ്റെ കൂടെ ചേർത്താണത് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ബഹളം ഉണ്ടാക്കാൻ വേണ്ടി ചോദിച്ചല്ല. ഈ KM ഷാജി പറയുമ്പോൾ മിണ്ടാട്ടം മുട്ടുന്നവരും മറ്റ് ആരെങ്കിലും പറയുമ്പോൾ അതിന് വലിയ വർഗീയതയൊക്കെ പറയുന്നത് കൊണ്ട് ചോദിച്ചു എന്നേ ഉള്ളൂ. വർഗീയത നമ്മൾ പറയില്ല. ഇല്ല, സാറിൻ്റെ വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി ചെലവഴിച്ചിരുന്നു. നന്ദി, താങ്ക് യു വെരി മച്ച്.